മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വൈകിട്ട് 4 പ്രകടനവും 5 പൊതുസമ്മേളനവും കാനം രാജേന്ദ്രൻ നഗറായ ഞാറക്കൽ SN ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. മുൻ MPയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റുമായ TJ ആഞ്ചലോ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സഖാവ് T രഘുവരൻ സ്വാഗതം പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കമലാ സദാനന്ദൻ, മുൻ MLAമാരായ ബാബു പോൾ, P രാജു, ദേശീയ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സെക്രട്ടറി KG ശിവാനന്ദൻ, KN ഗോപി, AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, KL ദിലീപ് കുമാർ തുടങ്ങി നിരവധി പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി VO ജോണി നന്ദിയും പറഞ്ഞു. തുടർന്ന് ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ, കമലാ സദാനന്ദൻ തുടങ്ങിയ നേതാക്കൾ തൊട്ടടുത്തുള്ള ഞാറക്കൽ ശക്തിധര ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് സന്ദർശിച്ചു. ത്തിടും മുമ്പേ കരിങ്കാരി കോരപറിച്ചാട്ടെ താരകപ്പെണ്ണാളെ കതിരാടും നെയ്യാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരി കോരപറിച്ചാട്ടെ താരകപ്പെണ്ണാളെ കതിരാടും നെയ്യാളെ തമ്പുരാനത്തിടും മുമ്പേ കരിങ്കാരി കോരപറിച്ചാട്ടെ
മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലാണ് ഈ പ്രസ്ഥാനം ഊന്നൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരന്തരമായ ഇടപെടലും കേരളത്തിനകത്ത് നടത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളി പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ATC തന്നെയാണ്. നിരന്തരമായി നമ്മൾ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം 2020-21 കോവിഡിൻ്റെ കാലഘട്ടം. അന്നായിരുന്നു ബ്ലൂ എക്കണോമി നയം രാജ്യത്ത് ആരംഭിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ കരട് പ്രസിദ്ധീകരിച്ചു. അന്ന് കൂട്ടം കൂടാൻ പാടില്ല, യോഗങ്ങൾ പാടില്ല, സമ്മേളനങ്ങൾ പാടില്ല, ലോക്ക്ഡൗണും അതുപോലെയുള്ള സംഭവങ്ങളുമായി. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ച വിഷയം മത്സ്യത്തൊഴിലാളികളെ ഭാവിയിൽ ഏറെ ഗൗരവമായി ബാധിക്കുന്നതാണ് എന്ന് കണ്ട് ആ കോവിഡ് സന്ദർഭത്തിൽ പോലും 5-6 ആളുകളെ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ ചെറിയ ചെറിയ സമരരൂപങ്ങൾ കോവിഡ് സന്ദർഭത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതുമേൽ കൃത്യമായ പ്രതികരണം നടത്താൻ ഒരു തരത്തിലുള്ള തടസ്സവും ഈ പ്രസ്ഥാനം നേരിട്ടിട്ടില്ല. ഞങ്ങളെല്ലാം ആ സാഹചര്യങ്ങളെല്ലാം മുറിച്ചു കടന്നുകൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്നത്. ഇന്ന് ഞാൻ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഈ പ്രസ്ഥാനത്തിൻ്റെ 17ാം സംസ്ഥാന സമ്മേളനം ചേരുമ്പോൾ 16ാം സമ്മേളനത്തിനേക്കാൾ ഏറെ സങ്കീർണമായ സാഹചര്യമാണ് മത്സ്യബന്ധന മേഖല അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ് മത്സ്യബന്ധനം. കടത്തിൽ ജനിച്ച്, കടത്തിൽ ജീവിച്ച്, കടത്തിൽ മരിക്കുന്നവരാണ് മത്സ്യത്തൊഴിലാളികൾ. കടമില്ലാത്തവരായി ഒരു മത്സ്യത്തൊഴിലാളി കുടുംബവും ഉണ്ടാകില്ല. അത്രക്കേറെ പാർശ്വവൽക്കരണം ഇന്നും അനുഭവിക്കുകയാണ്. കൃത്യമായ തൊഴിൽ സ്ഥിരതയില്ല, കൃത്യമായ വരുമാനമില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കഞ്ഞിക്കിട്ട വെള്ളത്തിൽ കുളിക്കുന്നവരാണ്. കാരണം കടലിലോ കായലിലോ പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ പോകും. പക്ഷെ തിരിച്ചു വരുമ്പോൾ വെറും കൈയോടുകൂടി കുടുംബത്തിലേക്ക് കടന്നു വന്ന് അരപ്പട്ടിണിയിൽ കിടക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഇന്നും കേരളത്തിൽ നിരവധിയാണ്. അതാണ് മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ. ആദിവാസികളാണ് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗം. രണ്ടാമത് മത്സ്യത്തൊഴിലാളികളാണ്. ഏറ്റവും അപകടകരമായി ജോലി ചെയ്യുന്ന വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ILO തന്നെ പറഞ്ഞിട്ടുള്ളത് അത് മത്സ്യത്തൊഴിലാളികളും ഖനിയിലെ തൊഴിലാളികളുമാണ്. അധികാരിവർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ. മാറി നിന്ന് എല്ലാം ശരിയായിക്കോളും, വിധിക്ക് വിട്ട് എല്ലാം വിധിയാണ്, ഈ വിധി ആർക്കും തടുക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് നിരാശകരെന്ന നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കാവില്ല. നമ്മൾ വർഗബോധമുള്ള തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച ഒട്ടേറെ സാമൂഹ്യ മാറ്റങ്ങൾ ഈ കേരളത്തിനകത്ത് വരുത്തിയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം പേറുന്നവരാണ് നമ്മൾ. അത് ഉപേക്ഷിച്ച നമുക്കൊരു മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് നിരന്തരം പ്രവർത്തിക്കണം, നിരന്തരം പോരാടണം. ആ ദൗത്യമാണ് പ്രിയപ്പെട്ടവരെ ഈ സമ്മേളനം ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. വൈപ്പിങ്ങരയിൽ വെച്ച ഫെഡറേഷൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി രാജു, AITUCയുടെ ദേശീയ സെക്രട്ടറി സഖാവ് R പ്രസാദ്, സ്വാഗതം ആശംസിച്ച T രഘുവരൻ, ഫെഡറേഷൻ്റെയും AITUCയുടെയും പ്രിയപ്പെട്ട ഭാരവാഹികൾ, സ്വാസംഘത്തിൻ്റെ ജനറൽ കൺവീനർ K ദിലീപ് കുമാർ, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി VO ജോണി, AITUCയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എലിസബത്ത് CC, ഒട്ടനേകം നേതാക്കളുണ്ട്. എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഈ 17ാമത് സംസ്ഥാന സമ്മേളനം
അക്ഷരാർത്ഥത്തിലൊരു സമരപ്രഖ്യാപന സമ്മേളനമായി തീരുവാൻ പോവുകയാണ്. കേരളത്തിൻ്റെ തീരത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചുയരുവാൻ പോകുന്ന AITUCയുടെ തനതായ സമരത്തിൻ്റെയും യോജിക്കാവുന്ന ഇതര സംഘടനകളുമായി യോജിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിൻ്റെയും വേദിയായി തീരുവാൻ പോവുകയാണ് വൈദ്യുതി. 16 സംസ്ഥാന സമ്മേളനങ്ങൾ പിന്നിട്ട് 17ാമത് സമ്മേളനത്തിലേക്ക് പോവുകയാണ്. ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ ഇതിനു മുമ്പൊരിക്കലും കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ മത്സ്യമേഖല അഭിമുഖീകരിച്ചിട്ടില്ല. 90-91 ആഗോളവൽക്കരണത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണം എന്നുള്ള തരത്തിൽ പലപ്പോഴും ശാസ്ത്ര ലോകം പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കുമ്പോൾ അത് ഗിനിപ്പന്നികളിൽ കുത്തിവെച്ച് പരീക്ഷിക്കാറുണ്ടെന്ന് പറഞ്ഞതുപോലെ 2025 ഡൽഹിയിലെ കർഷകരുടെ സമരം അതിൻ്റെ അലയൊലികൾ ആഞ്ഞു വീശുമ്പോൾ 1990കളിൽ തന്നെ ആ പരീക്ഷണം ആദ്യം ആരംഭിച്ചത് മത്സ്യമേഖലയിലാണ്. അതാണ് വിദേശ ട്രോളറുകൾ. അന്ന് യോജിച്ച സമരമായിരുന്നു. പല മേഖലകളിലും മത്സ്യത്തൊഴിലാളികൾ ഇതിനോട് മുഖം തിരിഞ്ഞു നിന്നു. വിദേശ ട്രോളറുകളെല്ലാം എന്ത് വന്നാലും ഈ കടലുള്ളിടത്തോളം കാലം ഞങ്ങളെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം, കടലിനോടുള്ള അമിതമായ വിശ്വാസം. എന്നാൽ ആ വിദേശ ട്രോളറുകൾ വന്ന് ആഴക്കടലിനെ തകർത്ത് തീരക്കടലിനെയും മന്ദീകരിച്ചപ്പോഴാണ്, സ്വന്തം ജീവിതാനുഭവത്തിൽ അത് ബോധ്യപ്പെട്ടപ്പോഴാണ് 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉജ്ജ്വലമായ സമരം, പണിമുടക്ക് സമരം ഉണ്ടായി. നമ്മളെ ഓർമ്മയ്ക്ക് എത്രയോ ബന്ധുകൾ, പണിമുടക്കുകൾ, ഹർത്താലുകൾ. അതൊരിക്കലും തീരദേശത്തെ ബാധിക്കില്ലല്ലോ, മത്സ്യമേഖലയെ ബാധിക്കില്ലല്ലോ. കാരണം ഒരു ദിവസം പണിമുടക്ക് പറഞ്ഞാൽ 6 ദിവസം മുമ്പോ 4 ദിവസം മുമ്പോ കടലിൽ പോകുന്ന തൊഴിലാളികൾ ആ മത്സ്യം കരയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നെ ഒരു ഹർത്താലും ഇല്ല എന്നുള്ളത്. ഇവിടെ സഖാവ് രഘുവരൻ ചൂണ്ടിക്കാണിച്ച നമ്മുടെ തീൻമേശയിൽ എത്തുന്ന ആ സാധാരണ മത്സ്യങ്ങളല്ല, കയറ്റുമതിക്ക് ആവശ്യമായ മത്സ്യങ്ങളാണ് അവർക്ക് ഉൽപ്പാദിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ള 1 കിലോ മത്സ്യം ഉൽപ്പാദിക്കണമെങ്കിൽ കുറഞ്ഞത് 4 കിലോ മുതൽ 6 കിലോ വരെയുള്ള ചെറിയ മത്സ്യങ്ങൾ കൊടുക്കണം. വലുത് ഭക്ഷിക്കുന്നത് ചെറുതിനെയാണല്ലോ. വലുതിന് ചെറുത് എന്ന് പറയുന്നത് പോലെ കടലിൽ നിന്ന് കിട്ടുന്ന ആ ചെറിയ മത്സ്യങ്ങളാണ് വലിയ മത്സ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷ എത്രയോ ഗുരുതരമായ തരത്തിൽ ബാധിക്കും. അങ്ങനെ വേണം പ്രവർത്തിക്കാൻ, അങ്ങനെ വേണം പോരാടാൻ എന്ന് നമ്മളെല്ലാവരെയും പഠിപ്പിച്ചത് ഈ ചുവന്ന കൊടിയാണ്. ആ കൊടി അതുകൊണ്ട് വേറിട്ട കൊടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പാണ്, ചോരയാണ് ആ കൊടി. അവൻ്റെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് ആ കൊടി എവിടെയും പോരാട്ട ഭൂമികളിൽ പാറിക്കുവച്ചത്. ത്യാഗങ്ങളും സമരങ്ങളുമെല്ലാം വേണ്ടി വന്നപ്പോൾ ഈ കൊടിക്ക് താഴെയാണ് ലക്ഷക്കണക്കായ മനുഷ്യർ ലോകത്തെല്ലായിടത്തും നിൽക്കുന്നത്. ഈ പോരാട്ട വേദികളിൽ മരണവും മർദ്ദനവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒന്നും പിന്നോട്ട് പോകാതെ നാം മുന്നോട്ട് കുതിച്ചവരാണ്. അതിൻ്റെ എല്ലാം ഓർമ്മകളാണ്, ശക്തിയാണ്, ചൈതന്യമാണ്, സന്തോഷമാണ് ഈ കൊടിയുടെ പിറകിലെ വികാരമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നാം ഈ കൊടിയെ തൊട്ട് ശബ്ദം ചെയ്തത്. അതുകൊണ്ട് തന്നെ AITUCക്കാർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക് 2 മുഖം പാടില്ല. ഒരു മുഖമേ പറ്റൂ. പറയുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ്. അങ്ങനെയുള്ളവരെയാണ് രാഷ്ട്രീയത്തിൻ്റെ വരവരയ്ക്കുമ്പോൾ ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത്. ആ പക്ഷത്തിൽ ഉള്ള അർത്ഥം ശരിക്കും പറഞ്ഞാൽ അതാണ്. രാഷ്ട്രീയത്തിൽ ഈ പക്ഷം മാത്രമല്ല ഉള്ളത്, അപ്പുറത്ത് വേറെ പക്ഷമുണ്ട്. അതിൻ്റെ പേര് വലതുപക്ഷമെന്നാണ്. വലതുപക്ഷം നേർ വിപരീതമാണ്.
ഇടതുപക്ഷത്തിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും നയങ്ങളും ഒന്നും സ്വീകരിക്കാൻ കൂട്ടാക്കാതെ അതിൻ്റെ എല്ലാ മറുഭാഗത്തേക്ക് പോകുന്ന പക്ഷമാണ് വലതുപക്ഷമെന്നും നമുക്കറിയാം. ആ വലതുപക്ഷവും ഇടതുപക്ഷവും തമ്മിലുള്ള സമരത്തിൻ്റെ സംഘർഷവേദിയാണ് ലോകമെന്ന്. ചരിത്രത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരുപക്ഷെ ഈ പേര് പറഞ്ഞുകൊണ്ടായിരിക്കുകയില്ല, പക്ഷെ ഈ താല്പര്യങ്ങൾ, ഈ നിലപാടുകൾ എല്ലാ കാലത്തും പടവെട്ടിയിട്ടുണ്ട്. ആ പടവട്ടത്തിൽ നാം ജയിച്ചിട്ടുമുണ്ട്, നാം തോറ്റുപോയിട്ടുമുണ്ട്. ജയിച്ചപ്പോൾ നമ്മളാരും തലമറന്ന് എണ്ണ തേച്ച് അഹങ്കരിച്ചവരല്ല. തോൽക്കുമ്പോൾ നമ്മളാരും നിലവിട്ട് എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരുമല്ല. ഓരോ തോൽവിയും നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കും. നാം വിജയത്തിലേക്ക് ആ പാഠങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. ആത്യന്തികമായി നമുക്ക് ഉറപ്പുണ്ട്, നാം വിജയിക്കുമെന്ന്. കാരണം നമ്മൾ ശരിയുടെ പക്ഷത്താണ്, സത്യത്തിൻ്റെ ഭാഗത്താണ്, ന്യായവും നന്മയും ഈ ഭാഗത്താണ്. അതുകൊണ്ട് ഈ പക്ഷം ജയിക്കുമെന്ന ശുഭാപ്തി ബോധമാണ് ചെങ്കൊടി നമുക്കെല്ലാം കൈമാറിയ ബോധമെന്ന് അറിഞ്ഞുകൊണ്ടാണ് AITC-ക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ പോരാടുന്നത്. ഈ സമരങ്ങളിൽ നമ്മുടെ ബന്ധുക്കൾ ലോകത്തെല്ലായിടത്തുമുണ്ട്. അവർ അവിടെയെല്ലാം നമ്മെപ്പോലെ തന്നെ ഓരോരോ വിഷയങ്ങൾ പടപെട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ശത്രുവർഗം എല്ലായിടത്തും ചെറിയ താല്പര്യക്കാരാണ്. അവരെപ്പറ്റിയാണ് ഇവിടെ സഖാവ് ആഞ്ചലോസ് പറഞ്ഞത്. ബഹുമാനും ആ കാര്യങ്ങൾ പറഞ്ഞു കാണും. ഒന്നുറപ്പാണ്, ഈ സമരത്തിൽ തൊഴിലാളി പക്ഷത്തിൻ്റെ ശബ്ദമായ AITC എവിടെ നിൽക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കടപ്പെട്ട വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന് തികഞ്ഞ ബോധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കെല്ലാം. ആ ബന്ധമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും AITC-യും തമ്മിൽ എല്ലായിടത്തുമുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ വർഗപുസ്തകത്തിനകത്ത് നുഴഞ്ഞു കയറുവാൻ ചീത്ത താല്പര്യങ്ങളെ, മുതലാളി വർഗ ആശയങ്ങളെ, അതിൻ്റെ എല്ലാത്തരം തിന്മകളെയും അനുവദിക്കാതിരിക്കാനും നമുക്കുള്ള കടമയെപ്പറ്റിയും നാം ബോധവാന്മാരാണ്. അത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന കാര്യവും ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. നാം അങ്ങനെ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിമാക്കുമ്പോഴാണ്, നേരായ വഴിക്ക് പോകുമ്പോഴാണ് നാം തൊഴിലാളി വർഗത്തിൻ്റെ പടതലങ്ങളിൽ സ്വീകാര്യമായ നേതൃത്വമായി മാറുന്നത്. എങ്കിൽ കൊള്ളാം, പറ്റില്ലെങ്കിൽ അത് വേണ്ട. ഒരു ലാഭമല്ല, അവർക്ക് വേണ്ടത് കൊള്ളലാഭമാണ്. കൊള്ളലാഭമാണ്. കൊള്ളലാഭത്തിൻ്റെ മാത്രം ചൊല്ലും വിളിയും കേട്ടുകൊണ്ട് നീങ്ങുന്ന വൻകിട മുതലാളിത്തത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് അമേരിക്കയിലെ ട്രംപിനെ പോലെ തന്നെ മോദിയും നീങ്ങുന്നത്. വെറുതെയല്ല, ട്രംപ് ജയിച്ച അന്ന് നമ്മുടെ മോദി സാർ ഒരു സന്ദേശമിറക്കി. അതിന് ട്വീറ്റ് എന്ന് പറയും, എക്സ് എന്ന് വിളിക്കപ്പെടുന്ന മാധ്യമമാണത്. മോദി എഴുതി, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും നല്ല സുഹൃത്തായ ട്രംപിന് അനുമോദനങ്ങളെന്ന് പറഞ്ഞു. ഈ മോദി അവിടെ പോയപ്പോൾ അവിടെ ക്യാമ്പയിനായിരുന്നു, ഇലക്ഷൻ ക്യാമ്പയിൻ. അവിടെ മോദി പ്രസംഗിച്ചു ഒരിക്കൽ, ഇപ്പോഴല്ല, തൊട്ട് മുമ്പ് ഇലക്ഷനിൽ, ഈ ഇലക്ഷൻ തന്നെ. ഇപ്പോൾ അവിടെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഒരു തവണ കൂടി കൊടുക്കേണ്ടത് ട്രംപിനാണെന്ന് പറഞ്ഞു. ട്രംപ് വന്നപ്പോൾ മോദി സ്വീകരിച്ചു. അവിടെയും പറഞ്ഞു, ഞങ്ങൾ സ്നേഹത്തിൻ്റെ ശക്തികളാണെന്ന്. കൈകോട്ട് പിടിക്കാനും കെട്ടിപ്പിടിക്കാനും മടിക്കാത്ത ട്രംപ് മോദി കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ട് ലോകത്തെ എല്ലായിടത്തും ചെയ്യുന്നത് ഒരു കാര്യമാണ്. പണക്കാർക്ക് വേണ്ടി ഓശാന പാടുകയാണ് അവർ. ഹല്ലേലൂയ പാടിക്കൊണ്ടവർ ലാഭത്തെ പ്രകീർത്തിക്കുന്നു. ലാഭക്കുതികന്മാർക്ക് വേണ്ടി ലോകത്തെ പങ്കിടാൻ ശ്രമിക്കുന്നു. അതിന് ഫലമായിട്ട് കരയെ എങ്ങനെ അവർ കീഴ്പ്പെടുത്തിയോ അതുപോലെ കടലും അവർ കൊള്ളയടിക്കാൻ വരികയാണ്. നാം കരുതിയിരിക്കണം, മോദിയുടെ ഗവൺമെന്റ്, ട്രംപിന്റെ ആജ്ഞയ്ക്ക് വഴങ്ങിക്കൊണ്ട് നയങ്ങൾ നിർമ്മിക്കുന്ന ഗവൺമെന്റ് പരിപൂർണമായും നമ്മുടെ കടൽ സമ്പത്തിന്റെ അടക്കം പോവുകയാണ്. അതിനു മുമ്പ് നമുക്ക് ചാഞ്ചാടി കളിക്കാൻ പറ്റില്ല. നാം ഒന്നായി പറയുന്നു, ആ നീക്കത്തെ നാം ചെറുക്കും, നാം പരാജയപ്പെടുത്തും. നീലയെന്നോ മഞ്ഞയെന്നോ വെള്ളയെന്നോ എന്ത് പേരും നിങ്ങൾ വിളിച്ചുകൊള്ളുക. പക്ഷേ പണക്കാർക്ക് സ്വർഗം പണിയാൻ വേണ്ടി കരയും കടലും പണയം വയ്ക്കുന്ന നയങ്ങളുമായി സന്ധിക്കൊരുക്കമല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ കൊടിക്ക് തന്റെ ഇടമുണ്ട്. ഈ കൊടി അതുകൊണ്ട്
ആ ഭാഗത്തുള്ള പോരാട്ടങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന കൂടിയാണെന്ന് ഈ സമ്മേളനം തെളിയിക്കാൻ പോവുകയാണ്. സഹാക്കളെ, കടൽ സമ്പത്ത്, കായൽ സമ്പത്ത്, പുഴകളുടെ സമ്പത്ത്, അതെല്ലാം ഒരു വലിയ അളവോളം മത്സ്യസമ്പത്താണ്. വലിയ സമ്പത്തുണ്ട് അവിടെ. പ്രധാനമായും അത് മത്സ്യസമ്പത്താണ്. അത് പഴയതുപോലെ ഉണ്ടോ ഇപ്പോൾ? മത്സ്യങ്ങൾക്ക് എത്ര എണ്ണത്തിന് വംശനാശം എന്ന് വന്ന് എനിക്ക് അറിയാം, നിങ്ങൾക്ക് കുറച്ച് അറിയാം, എന്നേക്കാളും അറിയാം. എല്ലാ മത്സ്യ ജീവജാലങ്ങളും വംശനാശത്തിന്റെ ഭീഷണിയിലാണിപ്പോൾ. കാരണം കടലിന്റെ ആവാസ വ്യവസ്ഥ ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി ഒന്നും പരിഗണിക്കാതെ ലാഭം ലാഭം ലാഭമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പണത്തിന്റെ മാത്രം പിറകെ പരക്കം പായുന്ന, ലാഭത്തിന്റെയും പണത്തിന്റെയും ചൊല്ലും വിളിയും കേൾക്കുന്ന ഗവൺമെന്റുകൾ നിയന്ത്രിച്ചാൽ, ഭരിച്ചാൽ പാവങ്ങൾക്ക് ജീവിതം ഉണ്ടാവുകയില്ല. നമ്മുടെ കുടിയും പ്രസ്ഥാനവും പാവങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പടവെട്ടേണ്ട ഒന്നാണെന്ന് പറയുവാൻ വേണ്ടി കൂടി നമുക്ക് അവകാശമുണ്ട്. നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. ആ വഴിക്ക് നാം പോവുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മറ്റൊന്നും പ്രശ്നമല്ല ഇപ്പോൾ. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ദാരിദ്ര്യം, മരുന്നില്ലായ്മ, ദുർമരണങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നുണ്ട് ലോകത്ത്. ഇന്ത്യയിലും ഒട്ടും കുറവല്ല. എവിടെയെല്ലാം വലതുപക്ഷം ഭരിക്കുന്നുണ്ടോ അവിടെയെല്ലാം അവർ പറയുന്നു അതിലേക്കൊന്നും പോകണ്ട, ആരും നോക്കുകയേ വേണ്ട അങ്ങോട്ടൊന്നും. ആരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്താ മുഖ്യ പ്രശ്നം? മുഖ്യ പ്രശ്നം അമ്പലമാണോ പള്ളിയാണോ? അതാണ് പ്രശ്നം. ഇന്നലെയും ഞാൻ കേട്ടു പ്രസംഗം ഒരു RSS നേതാവിന്റെ. അമ്പലങ്ങൾ പണിയുകയാണ് ഏറ്റവും വലിയ കാര്യമെന്ന്. പണിതാൽ എല്ലാവർക്കും പുണ്യം കിട്ടുമത്രേ. പുണ്യം എന്താണ്? വിവേകാനന്ദൻ പറഞ്ഞത് നമുക്ക് ഓർക്കാം. അദ്ദേഹം പറഞ്ഞു, വിശക്കുന്നവന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെങ്കിൽ പ്രത്യക്ഷപ്പെടേണ്ടത് ആഹാരമായിട്ടായിരിക്കണം. ദൈവത്തിന്റെ മുഖച്ഛായ അതായിരിക്കണം. ആഹാരത്തിന്റെ മുഖം വേണം ദൈവത്തിന്. ആഹാരം കൊടുക്കാതെ, കുടിവെള്ളം കൊടുക്കാതെ ദൈവത്തിന്റെ വർത്തമാനം മാത്രം പറഞ്ഞാൽ എന്ത് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വിശക്കുന്നവന്റെ കാതിൽ വേദാന്തം പറയാൻ പോയാൽ വിവേകാനന്ദൻ പറഞ്ഞു, അവൻ നിങ്ങളെ വെറുക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാണ് യാഥാർത്ഥ്യബോധമുള്ള മതം. ആ മതം നമുക്കറിയാം. നാം തൊഴിലാളി വർഗത്തിന്റെ ശക്തികൾ പറയുന്നു, യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മാനിക്കുന്നുണ്ട്. നമ്മളെല്ലാവരുമുണ്ട്. ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, എല്ലാവരുമുണ്ട്. ഭൂരിപക്ഷം പേരും ഏതെങ്കിലും മതത്തിന്റെ അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുന്നവരാണ്. അപൂർവം കുറച്ച് പേര് പോകാത്തവരും കണ്ടേക്കാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പേരുണ്ട്. ആ പേര് ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്നല്ല. ആ പേര് തൊഴിലാളി എന്ന പേരാണ്. തുടക്കം വൻപിച്ച പൊതുസമ്മേളനത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ സഖാക്കളെയും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ അധ്യക്ഷത വഹിച്ചത് നമ്മുടെ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും AITC സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ആഞ്ചലോസ് ആണ്. ആഞ്ചലോസ് സഖാവിന് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ വിഭാഗത്തിന്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതിൽ, അതും ഈ വൈപ്പിൻ പോലുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. വലിയ നന്ദി അക്കാര്യത്തിൽ സ്വാഗത സംഘത്തിന് വേണ്ടിയും മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംഘാടക സമിതിക്ക് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ KPR ഈ രഘുവരൻ പറഞ്ഞതുപോലെ നമ്മുടെ തൊഴിലാളികളോടൊപ്പം നടന്നു. ഞങ്ങൾ തമാശക്ക് പറഞ്ഞ KPR നടക്കുന്നുണ്ടല്ലോ. മുൻ മന്ത്രിയാണ്, റവന്യൂ വകുപ്പ് മന്ത്രിയാണ്, സംസ്ഥാനത്തെ AITC നയിക്കുന്ന നേതാവ് നമ്മളോടൊപ്പം നടന്നു. കാൽനടയായി ഇവിടെ വന്നു, ഇവിടെ പങ്കെടുക്കുന്നു. നാളെ ഇവിടെ ഉണ്ടാവും, മറ്റന്നാൾ നമ്മളോടൊപ്പം പങ്കെടുത്താണ് പോകുന്നത്. KPRന് സംഘാടക സമിതിയുടെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇവിടെ വേദിയിൽ ഒരുപാട് നേതാക്കളുണ്ട്. ഹഡ്സൺ, സോളമൻ വെട്ടുകാട്, ശിവാനന്ദ സഖാവൊക്കെ നന്നായി പ്രസംഗിക്കുന്നതാണ്. നന്നായിട്ട് എഴുതും, പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷെ ഒറ്റ പിടിക്ക് തീർക്കാനാണ് രാജചേട്ടൻ പറഞ്ഞത്. രാജചേട്ടൻ നമ്മുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവാണ്. എല്ലാവരും, KN ഗോപി വേദിയിലുണ്ട്, ദിലീപേട്ടൻ, എലിസബത്ത്, എല്ലാവർക്കും, കമല ചേച്ചി,
താര ദിലീപ്. അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ പറയുന്നു, ഇവിടെ ഈ പ്രകടനം നിയന്ത്രിക്കാൻ നമ്മുടെ വളണ്ടിയർമാർ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. എല്ലാ സഖാക്കളും വളരെ ആത്മാർത്ഥമായി എല്ലായിടത്തു നിന്നും, അരൂരിൽ നിന്നും, മുതിയമ്പേരിൽ നിന്നും, പറവൂരിൽ നിന്നും, കൊടുങ്ങല്ലൂരിൽ നിന്നും എല്ലാവരും എത്തിച്ചേർന്നു. സമ്മേളനത്തിന്റെ തുടക്കം നല്ല നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളും നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിലും എല്ലാ സഖാക്കളും ഉണ്ടാവണം, സഹായിക്കണം. എല്ലാവർക്കും വിനയപൂർവ്വം രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. സെക്രട്ടറി 50 വർഷമായിട്ട് ശരി കല്യാണക്കാര്യം പറഞ്ഞാലും നോട്ടിനി ചെയ്യില്ല, കൊലയാളികൾ കൂട്ടത്തിൽ ഇല്ല. പൊന്നവീര ഉണ്ണി കൊല്ലല്ലേ, കൊണ്ടല്ലേ ഭരണത്തിൽ നല്ലത്. ഭരണം ഒന്നാൽ നമുക്ക് നിസ്കരിക്കാൻ സ്ഥലം കിട്ടും. പോയവരെല്ലാം തള്ളണ നിസ്കരിക്കാൻ വഴിയുണ്ടെന്ന് കേടാതുകൊള്ളണതെന്തിന് ചെടുമാ വിളിച്ചം കൊടിച്ചു കൊട്ടിന്ന് ചെങ്കൊടിയും പിടിച്ചേറെ പകയും പറഞ്ഞേറെ ഞാൻ സംഗതി മട്ടാഞ്ചേരിയിൽ സുലൈമൻ സംഘത്തിനും വിടിയുണ്ടില്ലേ. ശ്രീനാരായണ ധർമ്മോദ്ധാരണ സഭ, ധർമ്മോദ്ധാരണ സഭ, ശ്രീനാരായണ ധർമ്മോദ്ധാരണ സഭ. ആ പേര് തന്നെ സൂചിപ്പിക്കും പോലെ മഹത്തായ ധർമ്മത്തിൻ്റെ ഉറവിടവും യോജനവും പ്രചരണ കേന്ദ്രവും എല്ലാമാണ്. ഇന്നത്തെ കേരളത്തിന് ഈ ആശയങ്ങളുടെ പ്രാധാന്യമുള്ള വലുതാണ്. ശ്രീനാരായണനെ പോലും റാഞ്ചി കൊണ്ടുപോകണം. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് മേൽ ഒരിക്കലും അദ്ദേഹത്തിന് നിരക്കാത്ത വേഷം ധരിപ്പിക്കാൻ, ആ തലക്കിണങ്ങാത്ത തൊപ്പിച്ചാട്ടാൻ എല്ലാത്തിലേക്ക് നടക്കുമ്പോൾ എന്തായിരുന്നു വാസ്തവത്തിൽ ആ ധർമ്മം? ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശങ്ങളുമെല്ലാം പഠിപ്പിച്ച പാഠങ്ങൾ, ആ പാഠങ്ങളെല്ലാം ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും തീർച്ചയായിട്ടും കൂടെ കൂട്ടേണ്ട ഒന്നാണ്. ഭാവിയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന ആശയങ്ങളാണ് ഈ രാജ്യങ്ങളുടെ ഏറ്റവും മഹാനായ സന്യാസി. ആ സന്യാസിയെ വിളിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ വിപ്ലവകാരിയായ സന്യാസി എന്നാണ്. ആ സന്യാസിയുടെ ദർശനങ്ങളും കച്ചവടങ്ങളെല്ലാം വ്യക്തപ്പെടുത്തേണ്ടത് സ്വന്തം ധർമ്മമായി കാണുന്ന സഭയാണ് പറയുന്നത് നമ്മുടെ സഭ. ആ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അത് വിജയം ഉണ്ടാകേണ്ടതാണ് പറയുന്നത്. സഭയുടെ ഓഫീസിൽ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ഡിഗ്രി വിദ്യാർത്ഥികളുടെ കാലം മുതൽ വൈദ്യുതിയുടെ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ആളായിരുന്നു. ഇപ്പം അടുത്ത കാലത്ത് വരുന്നില്ലെങ്കിലും 1971 മുതലുള്ള ദീർഘവർഷങ്ങൾ ഞാൻ പോകാത്ത ഒരു സ്കൂളിൽ വൈപ്പിക്കരയിൽ, ഒരു സ്ഥലവും വൈപ്പിക്കരയിൽ. അന്ന് നീക്കമ്പാടം മുതൽ നമ്മുടെ മുനമ്പം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ അങ്ങാടികളിലും കൂട്ടുകാരുണ്ടായിരുന്നു. അവിടെയെല്ലാം പാർട്ടിയുടെയോ YF-ൻ്റെയോ SF-ൻ്റെയോ AITസിൻ്റെയോ ലോകത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നോട് ഒരുപാട് പേരുടെ ഓർമ്മകൾ എനിക്ക് വരുന്നുണ്ട്. ഒരുപാട് പേരുടെ ഓർമ്മ, എല്ലാവരും CPI-ക്കാരല്ല, മറ്റ് YP-ക്കാരായ ആളുകളുടെ എല്ലാവരുടെയും ഓർമ്മകളുടെ പുറത്തുനിന്നും ഞാൻ പറയുകയാണ്. ഓസ്ട്രേലിയകളിലെ കാണുമ്പോൾ ജനങ്ങളുടെ വർത്തമാനം പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട്. വൈപ്പിക്കരെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ട ഞാൻ പറയേണ്ട പേര് പച്ചിലക്കുമത്തിൻ്റെ പേരാണ്. പച്ചിലക്കുമത്ത് എൻ്റെ നേതാവാണ്. പച്ചിലക്കുമത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിമാനമാണ്. പച്ചിലക്കുമത്ത് അറിയപ്പെടുന്നത് പാലം വക്കീലെന്നാണ്. ഇന്ന് വൈപ്പിൻകരയെ കൊച്ചിയുമായി ബന്ധപ്പെടുത്തിയ എല്ലാ പാലങ്ങളുടെയും പറഞ്ഞില്ല തുടക്കം കുറിച്ച് പ്രക്ഷോഭത്തിലെല്ലാം വഴികാട്ടിയ പച്ചിലക്കുമത്ത്. ആ പാലം വക്കീലിൻ്റെ ഒരുപാട് പേരുണ്ട്. പക്ഷെ മരിച്ചുപോയി, ജീവിച്ചിരിപ്പുണ്ട്. വൈപ്പിൻകരയ്ക്ക് പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഒരു നീണ്ടൊരു റിബൺ പോലൊരു സ്ഥലം,
അവിടെ കടൽ, ഇവിടെ കായൽ, നടുക്ക് ജീവിതം, അതിൻ്റെ എല്ലാ സാധ്യതകളും സന്തോഷങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഇതെല്ലാം ഉള്ളപ്പോഴും വൈപ്പിൻകര വിവിധ പ്രതീക്ഷയുടെയും മുന്നോട്ട് പോക്കിൻ്റെയും ആശയങ്ങളെ എന്നും മുറുകെപ്പിടിക്കുന്ന ഒരു ജനതയുടെ കേന്ദ്രമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ആ ജനതയ്ക്ക് ശക്തമാകാനും അവരുടെ താല്പര്യത്തിൻ്റെ എല്ലാം പ്രതിഫലനമാകാനും ശ്രമിക്കുന്ന റോസി ചാനലിന് എല്ലാ വിജയങ്ങളും നേരുന്നു.